ബി.ജെ.പി. തൃശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പത്മജ വേണുഗോപാൽ ചുവരെഴുതുകയാണ്. തത്സമയം ബി.ജെ.പി. തൃശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്ന് ഔദ്യോഗികമായി തന്നെ തുടക്കമാകുന്നത്. ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാലാണ് ചുവരെഴുതിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ചൂടേറുകയാണ്. ബി.ജെ.പി. തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ബി.ജെ.പി. തൃശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് വലിയ വേരോട്ടമുള്ള മണ്ണാണ് എന്നുള്ളതാണ്. നിയമസഭയിലും ആ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇന്ന് ബി.ജെ.പി. തൃശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കമാകുന്നു. ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാലാണ് ചുവരെഴുത്ത് നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് കേരളത്തിലെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചത്. നേമത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടക്കം കുറിച്ചപ്പോൾ തൃശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ് പത്മജ വേണുഗോപാൽ എന്നുള്ളതാണ്. സാനു കെ സജീവ് ചേരുകയാണ്. സാനു, തൃശൂരിൽ പത്മജ വേണുഗോപാൽ ചുവരെഴുത്ത് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് പത്മജ എത്തിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ. രാഖി, ദേശീയ അധ്യക്ഷൻ തന്നെയായിരുന്നു അല്പ ദിവസം മുമ്പ് സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശ്ശൂരിൽ നിന്നും തുടക്കം കുറിച്ചത്. ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് തൃശ്ശൂരിൽ നിന്നും തുടക്കം കുറിച്ചത്. ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് പത്മജ വേണുഗോപാൽ, ദേശീയ സമിതി അംഗമായിട്ടുള്ള പത്മജ വേണുഗോപാൽ അല്പസമയത്തിനുള്ളിൽ തൃശ്ശൂർ അയ്യന്തോളിലുള്ള അമർജവാൻ സമീപമുള്ള ചുവരെഴുതിക്കൊണ്ട് ഔപചാരികമായിട്ടുള്ള തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 2024 ഐതിഹാസികമായിട്ടുള്ളൊരു വിജയം ഈ ലോക്സഭയിലേക്ക് ബി ജെ പി നേടിയത് തൃശ്ശൂരിൽ നിന്നാണ്. സുരേഷ് ഗോപിയുടെ ഒരു മിന്നും വിജയത്തിന് ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകിയിട്ടുള്ളത് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതിന് വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം തൃശ്ശൂർ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ വിജയത്തിലേക്ക് കാര്യങ്ങളിൽ എത്തിക്കുമെന്ന് ബി ജെ പി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കാലക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിയോജക മണ്ഡല തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ദേശീയ സമിതി അംഗമായിട്ടുള്ള പത്മജ വേണുഗോപാൽ തന്നെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ ചുവരെഴുതിക്കൊണ്ട് തുടക്കം കുറിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ മറ്റ് എല്ലാ നിയോജക മണ്ഡലം 13 നിയോജക മണ്ഡലങ്ങളിൽ ഇതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരേപോലെ തന്നെ ബി ജെ പി നാന്ദി കുറിക്കുകയാണ്. കാരണം ഏറ്റവും അധികം സീറ്റുകൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ നേടിയെടുക്കണം എന്നാണ് നിർദ്ദേശം പാർട്ടി തലത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോലെ തന്നെ അത്രയ്ക്കും പ്രാധാന്യത്തോടു കൂടി തന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെയും അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയെ തന്നെ ബി ജെ പി കാണുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ ഗുരുവായൂരൊഴികെ ബാക്കി എല്ലാ 6 നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ലീഡോടുകൂടിയാണ് ഇവിടെ നിന്ന് സുരേഷ് ഗോപിക്ക് വിജയിച്ചു പോകാൻ സാധിച്ചിട്ടുള്ളത്. അതേ നിലയിൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ തനിയാവർത്തനം, അന്നത്തെ വോട്ടിംഗ് പാറ്റേണിൻ്റെ തനിയാവർത്തനം ഉണ്ടാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു. അതുപോലെ തന്നെ അതിനുള്ള ഒരു തുടക്കം നാന്ദി കുറിക്കലാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. അത് നമുക്കറിയാം, തൃശ്ശൂർ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി അതിൻ്റെ ഔദ്യോഗികമായ തുടക്കം തൃശ്ശൂരിൽ നിന്ന് തന്നെ തുടങ്ങി വെച്ചത് എന്നുള്ളതാണ്. ബി.ജെ.പി. തൃശ്ശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ്. ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാൽ ചുവരെഴുതിക്കൊണ്ടാണ് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. പത്മജ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചുവരെഴുത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കുമെന്നുള്ളതാണ് തത്സമയ ദൃശ്യങ്ങൾ.
സാനു കെ സജീവൻ നമുക്കിപ്പം ചേരുകയാണ്. സാനു, ഔദ്യോഗികമായി തന്നെ തൃശ്ശൂരിൻ്റെ നമ്മൾ നേരത്തെ കണ്ടതാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഔദ്യോഗികമായ തുടക്കം ആകുന്നത്. BJP നേതാവ് പത്മജ വേണുഗോപാൽ ചുവരെഴുതിക്കൊണ്ട് ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. വിവരങ്ങൾ രാഖി, എന്തായാലും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്, പരസ്യ പ്രചാരണത്തിന് താമര ചിഹ്നം വരച്ചുകൊണ്ട് ചുവരെഴുതിക്കൊണ്ട് പത്മജ വേണുഗോപാൽ തുടക്കം കുറിക്കുകയാണ്. നമ്മൾ അല്പ ദിവസം മുമ്പ് കണ്ടതാണ്, ദേശീയ അധ്യക്ഷൻ തന്നെ തൃശ്ശൂരിലെത്തിക്കൊണ്ട് ഈ പരസ്യ പ്രചാരണത്തിന് സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനവും തൃശ്ശൂരിൽ നിന്നാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ജില്ലയാണ് BJP. അന്നപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അത് കാലേക്കൂട്ടി തന്നെ എല്ലാ പ്രവർത്തനങ്ങളും തൃശ്ശൂരിൽ നടത്തുക എന്ന് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. പരമാവധി സീറ്റുകൾ തൃശ്ശൂരിൽ നിന്ന് നേടിയെടുത്തുകൊണ്ട് നിയമസഭയിൽ വലിയൊരു ശക്തിയായി മാറുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതാണ് അവരുടെ അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ BJPയുടെ തൃശ്ശൂർ നിയോജകമണ്ഡല തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണത്തിൻ്റെ ഉദ്ഘാടനമാണ് BJPയുടെ ദേശീയ സമിതി അംഗമായിട്ടുള്ള പത്മജ വേണുഗോപാൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. താമര ചിഹ്നം വരച്ചുകൊണ്ട് ഈ കളക്ടറേറ്റിന് സമീപമുള്ള അമർജവാനിന് സമീപം ഉള്ള ചുവരിൽ താമര ചിഹ്നം വരച്ചുകൊണ്ടാണ് അവിടെ തുടക്കം കുറിക്കുന്നത്. ഇതിനുശേഷം നിയോജക മണ്ഡലത്തിലെ പ്രധാന സ്ഥലങ്ങളിലടക്കം ഉള്ള സന്ദർശനമൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നാണ് ഇതിനു മുൻ എല്ലാ മണ്ഡല കേന്ദ്രങ്ങളിലും ഇന്നലെ തന്നെ ഈ താമര ചിഹ്നമൊക്കെ പതിക്കുന്ന പരിപാടികളൊക്കെ പരസ്യ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഇവിടെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ചുവരെഴുതിക്കൊണ്ട് പത്മജ വേണുഗോപാൽ ഇവിടെ BJPയുടെ പരസ്യ പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. രാഖി, നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. BJP തൃശ്ശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കമായിരിക്കുകയാണ്. താമരചിഹ്നം വരച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിനെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. താമര വരച്ച് പത്മജ വേണുഗോപാലാണ് അതിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ഇവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും തൃശ്ശൂരിലും തുടങ്ങി എന്നുള്ളതാണ് BJP പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, മൈക്ക് താഴ്ത്തണം. ഓക്കെ. അല്ല, ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രചരണത്തിനല്ലല്ലോ, BJPയുടെ പ്രചരണത്തിന്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കൊന്നുമല്ല. ഞാൻ BJPയുടെ പ്രചരണം നമ്മൾ തുടങ്ങി, അത്രയേ ഉള്ളൂ. അല്ലല്ല, ഞാൻ സ്ഥാനാർത്ഥിയെന്ന് ആര് പറഞ്ഞു? എന്നോട് പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയാവും, അത് ഉറപ്പാണ്. അതൊക്കെ മത്സരിക്കുന്നു. അല്ല, ഇപ്പൊ ഇത്തവണ സ്വാഭാവികമായിട്ടും സാധ്യത കൂടുതൽ ഇപ്പോൾ ചേച്ചി കഴിഞ്ഞ 2 തവണ ഇവിടെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു ചേച്ചി. UDF-ലായിരുന്നു മാത്രം. അപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരെയും പാർട്ടി എല്ലാ ആളുകളെയും നന്നായിട്ട് അറിയാം. അത് വിജയസാധ്യത സത്യത്തിൽ ചേച്ചി വന്നാൽ കൂടില്ലേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ മാക്സിമം എൻ്റെ പണി ഞാൻ ചെയ്യും. എന്നെ പണിയാതിരുന്നാൽ മതി. കാരണം ഇത്രയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വളരെ പ്രതീക്ഷയോട്ടാണ് വന്നത്. വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അത് ഇപ്രാവശ്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് തൃശ്ശൂരുകാരെ അറിയാം. അതിലൊരു 5-6 പേര് നമുക്കിട്ട് താങ്ങി എന്നല്ലാണ്ട് തൃശ്ശൂരുകാർ അല്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വരില്ലല്ലോ. അത് എൻ്റെ നാട്ടുകാരോടുള്ള എൻ്റെ സ്നേഹമാണ്. അതുണ്ടായിരുന്നു, അത് ഉറപ്പാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ അത് തൃശ്ശൂർ തന്നെയാണ് മത്സരിക്കുക.
ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാമ്പ് ഉണ്ടായില്ല. ഇത് എൻ്റെ വീടല്ലേ, എനിക്കിവിടെ സ്വന്തം വീടുണ്ട്, ഞാൻ വരാറുണ്ട് പോവാറുണ്ട്, ആരെയും അറിയിക്കാറില്ല എന്നേ ഉള്ളൂ. അല്ല ഇനി പറയാൻ ഞാനല്ല, വേറെ ആളാണെങ്കിലും എൻ്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂർ തന്നെയായിരിക്കും. തൃശ്ശൂർ ആര് നിൽക്കണോ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. BJP തൃശൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. BJP നേതാവ് പത്മജ വേണുഗോപാൽ ചുവരെഴുതിക്കൊണ്ടാണ് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്.